ഇന്ന് നമ്മൾ കുറ്റിക്കുരുമുളക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കുരുമുളക് പടർത്താൻ സ്ഥലമില്ലാത്തവർക്കും അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പടർന്നു കയറിയാൽ അത് പറിക്കാൻ പ്രയാസമുള്ളവർക്കും കുറ്റിക്കുരുമുളകാണ് ഏറ്റവും നല്ലത്. എൻ്റെ കുറ്റിക്കുരുമുളകാണിത്. ഇത് നന്നായി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ കൊടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്, സിമെന്റ് ബക്കറ്റിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു 4 ബക്കറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു 10 ബക്കറ്റിൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് വിൽക്കാനുള്ളതും നമുക്ക് ഉണ്ടായി കിട്ടും. ഈ കുറ്റിക്കുരുമുളക് ബുഷായിട്ട് നിൽക്കുന്നത് പോലെ എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏതെങ്കിലും ഒരു വള്ളി എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ സാധിക്കില്ല. നന്നായി കായ്ക്കുന്ന ഒരു ബ്രാഞ്ചിൽ നിന്ന് വേണം നമുക്ക് കുറ്റിക്കുരുമുളക് കട്ട് ചെയ്തെടുക്കാൻ. ഇനി മെയിൻ ബ്രാഞ്ചിൽ നമ്മൾ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറ്റിക്കുരുമുളക് ആക്കിയെടുക്കാൻ പറ്റില്ല. അത് നേരെ മേലേക്ക് തന്നെ കയറിപ്പോകും. മെയിൻ ബ്രാഞ്ചിൽ നിന്നും താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ശിഖരങ്ങളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഒരു സിംഗിൾ സ്റ്റെം ആയതുകൊണ്ട് ഇതിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇത് 2 ബ്രാഞ്ചസ് ഉണ്ട്. പോരാത്തതിന് ഇതിന്റെ അടിയിൽ നിന്ന് നല്ല റൂട്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു ഡബിൾ ബ്രാഞ്ച് ഉള്ളതിന് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതുപോലെ ഒരു വി ഷേപ്പ് ഉള്ള കമ്പാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യാണ് നല്ലതാണ്. ഇതേപോലെ 3 കമ്പുകളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നടാൻ വേണ്ട പോട്ടി മിക്സർ തയ്യാറാക്കുകയാണ്. അതിന് ഞാൻ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ മണൽ എടുത്തിട്ടുണ്ട്, പിന്നെ ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തതാണിത്. ഇതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒന്നും ഇല്ലെങ്കിലും വെറും മണ്ണിൽ നട്ടാലും ഇതിന് വേര് പിടിക്കും. ഇപ്പൊ ഇങ്ങനെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല വളർന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ചട്ടിയിൽ നിറയ്ക്കുമ്പോൾ നമ്മൾ ചട്ടിയിലെ എയർ ഹോൾ ഉണ്ട് ഇവിടെ, അതിൽ ഒരു തോട്ട് കഷ്ണം വെച്ച് കൊടുത്തിട്ടാണ് ആദ്യം നമ്മൾ നിറച്ചു കൊടുക്കുന്നത്. ഇതിലൊരു 3/4 ഭാഗം മാത്രമേ നമുക്ക് നിറച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും വളമൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ മണ്ണും കൂടി ആഡ് ചെയ്യാനുള്ളൊരു സ്പേസിൽ നമ്മൾ കണ്ടെത്തണം. ഇത് കണ്ടില്ലേ? കമ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ കായ്ക്കുന്ന കമ്പുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. എങ്കിൽ മാത്രമേ അടുത്ത വർഷത്തേക്ക് ഇത് നമുക്ക് കായ്ച്ചു കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുക. കമ്പുകൾ നടുമ്പോൾ വേണമെങ്കിൽ റൂട്ടിങ് ഹോർമോണൊക്കെ മുക്കിയിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് വരും. പക്ഷെ നമുക്കിത് ഇങ്ങനെ നട്ടു കഴിഞ്ഞാലും വേര് പിടിക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ഇതേപോലത്തെ കമ്പുകൾ മുറിച്ചെടുക്കുമ്പോൾ നല്ല മൂർച്ചുള്ള കത്രികയായിട്ട് അല്ലെങ്കിൽ ബ്ലേഡ് ആയിട്ട് വേണം ഇത് കമ്പി മുറിച്ചെടുക്കാൻ. ഞാനത് കത്രിക മൂർച്ചുള്ളതുകൊണ്ടാണ് ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്തത്. മൂർച്ചില്ലെങ്കിൽ നിങ്ങൾ ബ്ലേഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ 3 കമ്പുകൾ 3 ഞാൻ ഇതിലാണ് നടുന്നത്, ഒരേ ചട്ടിയിലാണ് നടുന്നത്. കാരണം കുറച്ച് ബുഷിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കമ്പെങ്കിലും മിനിമം വെക്കണം. ഇതിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ കമ്പ് വെച്ച് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ ഈ വേരുകൾ ഇതൊക്കെ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം.
ഇനി അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചെടുക്കുക. ഇറക്കി വെച്ചെടുക്കുമ്പോൾ ഈ വേരുകൾ മൂടി പോകണം നിലക്കായിരിക്കണം നമ്മൾ വെച്ചുകൊടുക്കേണ്ടത്. ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായി അമർത്തി കൊടുക്കണം. ഇതിന്റെ റൂട്ട് താഴ്ത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഇതിനും അതേപോലെ വെച്ചുകൊടുക്കുകയാണ്. ഈ മണ്ണ് നല്ലതായി അമർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇത് ഇളകി പോവുകയാണെങ്കിൽ ആ റൂട്ട് പിടിച്ചതൊക്കെ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇലകൾ വെട്ടിക്കൊടുക്കുന്നതും നമ്മൾ ഈ നനയ്ക്കുന്ന സമയത്ത് ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഈ എന്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകിയൊരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാ പറയുക. പോയോ? അവന് രാവിലെ ഫുഡ് കൊടുത്തിട്ടില്ല, അത് കാരണം കൂടാൻ നിൽക്കുകയാണ്. നമുക്ക് ഇത് തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനൊക്കെ നന്നായി വേര് പിടിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പൊ തന്നെ കുറേശ്ശെ വേരുള്ളതാണ്. ഇനി കഴിഞ്ഞ വർഷം നമ്മൾ ബക്കറ്റിൽ വെച്ചിരുന്ന കുരുമുളകിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പോവാണ്. അതുകൂടെ ഒന്ന് കണ്ടുവയ്ക്കേ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചിട്ടുള്ള കുറ്റി കുരുമുളകാണ്. ഇത് നന്നായി കായ്ച്ചു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിന് ഞാനൊരു സപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ പോവാണ്. ഇത് വള്ളികളൊക്കെ കുറച്ചും കൂടി ഒലഞ്ഞു പോകുന്നുണ്ട്, അപ്പൊ അതിന് ചെറിയ സപ്പോർട്ട് കൊടുക്കാൻ പോവാണ്. ഇതിന് ഞാനൊരു ഹോൾ ഉണ്ടാക്കി, വേര് പൊട്ടാതെ തന്നെ ഞാനൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ വീടിന് മുൻവശത്തൊക്കെ ചെടി പോലെ അലങ്കാരത്തിനും കൂടി വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ല കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയില്ലേ? ഇതുപോലെ എല്ലാവരും കുറ്റി കുരുമുളകൊന്നും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൊടുക്കണേ.